എല്ലാവരും ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ യെസ് മലയാള സിനിമയ്ക്ക് കൂടുതൽ പുതുതലമുറകൾ വീണ്ടും വരണം, അത്തരത്തിലൊരു പദ്ധതി വിഭാവനം ചെയ്തിട്ടാണ് രേവതി കലാമന്ദിർ എന്നുള്ളൊരു സ്കൂൾ, ഫിലിം സ്കൂൾ. എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ഇതിൽ? എങ്ങനെയൊക്കെ അത് പോകുന്നു? ഇപ്പം തുടങ്ങി വരുന്നതേ ഉള്ളൂ, രണ്ട് കൊല്ലം കഴിയുന്നതേ ഉള്ളൂ. എല്ലാ ഫംഗ്ഷനും ഞാൻ വരാറുണ്ട്, ഈവൻ യു നോ ബെറ്റർ, എല്ലാ കാര്യങ്ങളും അറിയാം. എന്നാലും അത് ശരിക്കും അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് സുരേഷ് ഏട്ടനാണ്. സുരേഷ് ഏട്ടൻ്റെ ആ സിനിമയുമായിട്ടുള്ളൊരു പാഷൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ലക്കിയാണ്. അങ്ങനെ ഒരാളെ കല്യാണം കഴിച്ച സിനിമയിൽ നിന്ന് പോയി കല്യാണം കഴിക്കും. ചിലപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിലുള്ളവരാണെങ്കിൽ എനിക്കിതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷെ സുരേഷ് ഏട്ടൻ ശരിക്കും പറഞ്ഞാൽ സിനിമ ലവറാണ്, സിനിമാ പ്രേമിയാണ്. അപ്പോൾ പുതിയ ആളുകൾ വരണമെന്നും പറഞ്ഞിട്ടാണ് നീലത്താമരയിലും ഇതിലൊക്കെ ചട്ടക്കാരിയിലും പിന്നെ രതി നിർവ്വത്തിലൊക്കെ ഒത്തിരി പേരൊക്കെ സിംഗേഴ്സായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ പുതിയ പടമും മാച്ച് ബോക്സ് എന്നുള്ള ഒരു സിനിമയും പുതിയ പിള്ളേരെ കൊണ്ടാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. ശിവറാം മോനിയാണ് ഷോർട്ട് ഫിലിമിനൊക്കെ നാഷണൽ അവാർഡ് കിട്ടിയ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ആനന്ദം പടത്തിൽ അഭിനയിച്ച പിള്ളേരാണ് അതിൽ ഇത് ചെയ്യുന്നത്. കെന്നിയും പിന്നെ നിഖിൽ ഇവരൊക്കെയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അവർ വന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെടുക്കുന്ന ഒരു ഫിലിമാണ്.